ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ് കേട്ടോ. അപ്പം ഈ ലേബറും ക്യാപിറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കത് എന്താണെന്ന് നോക്കാം. The elasticity of substitution measures how easily one input, ഇവിടെ one input നമുക്ക് ലേബർ ആയിട്ട് എടുക്കാം. ലേബർ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ ഇൻപുട്ട്, മറ്റൊരു ഇൻപുട്ട് ക്യാപിറ്റൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ലേബറും ക്യാപിറ്റലും തമ്മിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് വെൻ റിലേറ്റീവ് പ്രൈസസ് ചേഞ്ച്, അതായത് ഇത് തമ്മിലുള്ള റിലേറ്റീവ് പ്രൈസസ് ചേഞ്ച് ആകുമ്പോഴാണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ലേബർ ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലേബേഴ്സിനെ മാറ്റിയിട്ട് അവിടെ മെഷീൻസ് വയ്ക്കുന്നു. ഓക്കെ, ഇപ്പം മെഷീൻ്റെ ചാർജാണ് കൂടുതലാണെന്നുണ്ടെങ്കിലോ പിന്നെ മെഷീൻ മാറ്റിയിട്ട് കൂടുതൽ ലേബേഴ്സിനെ അവർ പണിക്കെടുക്കുന്നു. ഓക്കെ, ഇങ്ങനൊരു റിലേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ഏതാണോ അത് മുതലാളിമാർ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതിനാണോ വില കൂടുതൽ, അതായത് ചാർജ് കൂടുതൽ ആണോ വേജസ് ആണോ കൂടുതൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെൻസിൻ്റെ ചിലവാണോ കൂടുതൽ, അത് കുറച്ച് ഉപയോഗിച്ചിട്ട് വില കുറവുള്ള ഇൻപുട്ടുകൾ കൂടുതൽ എടുക്കുന്നു. അതാണ് റിലേറ്റീവ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഇറ്റ് ക്വാണ്ടിഫൈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ റേഷ്യോ ഓഫ് ടു ഇൻപുട്ട്സ്, അതായത് ഈ രണ്ടിൻ്റെയും കൂടെ റെസ്പോൺസീവ്നെസ്. ഇപ്പം ലേബർ കൂടുതൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഔട്ട്പുട്ട് കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ വയ്ക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് കൂടിയോ കുറഞ്ഞോ ആണ് ആ റെസ്പോൺസീവ്നെസ് ഓഫ് ദ റേഷ്യോ ഓഫ് ടു ഇൻപുട്ട്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ടു ചേഞ്ച് ദെയർ റിലേറ്റീവ് പ്രൈസസ്. അതിൻ്റെ വിലയ്ക്ക് മാറ്റം വന്നു, കൂടുതൽ വില കുറവുള്ള ഇൻപുട്ട് ഉപയോഗിച്ച് ലേബർ ഉപയോഗിച്ചെന്നിരിക്കട്ടെ, അപ്പോഴത്തേക്ക് അവിടെ ഔട്ട്പുട്ട് എന്ത് വ്യതിയാനമാണ് ഉണ്ടായത്, മുതലാളിക്ക് എന്താണ് ഉപയോഗം, ഔട്ട്പുട്ട് കൂടിയോ കുറഞ്ഞോ. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പതിപോലെ കീ കോൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട്സ് ഇൻ പ്രൊഡക്ഷൻ. അതായത് ഇൻ എനി പ്രൊഡക്ഷൻ പ്രോസസ് ഫേംസ് യൂസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇൻപുട്ട്സ്. അതായത് രണ്ട് കോമ്പിനേഷൻ, അതായത് രണ്ട് ഇൻപുട്ട്സിൻ്റെ കോമ്പിനേഷനാണ് എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഉപയോഗിക്കുന്നതെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉപയോഗിക്കുന്നത് സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറിനെ L എന്നും ക്യാപിറ്റലിനെ K എന്നും സൂചിപ്പിക്കുന്നു. അപ്പം ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ഓൺ ഹൗ ദീസ് ഇൻപുട്ട്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ലേബർ ചാർജ് കൂടുമ്പോഴത്തേക്ക് കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് പോലെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്, അതിനൊരു റേഷ്യോ ഉണ്ട്, അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അത് ഡയഗ്രത്തിലൂടെ ഞാൻ കാണിക്കാം. അടുത്ത രണ്ടാമത് പറയുന്നത് റിലേറ്റീവ് പ്രൈസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദ പ്രൈസ് ഓഫ് ലേബർ ഇൻക്രീസസ് റിലേറ്റീവ് ടു ക്യാപിറ്റൽ, അതായത് ഉദാഹരണത്തിന് വേജ് റൈസ്, ക്യാപിറ്റലിനെ അപേക്ഷിച്ച് ഒരുപാട് വേജ് കൊടുക്കണം തൊഴിലാളികൾക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫേംസ് മൈറ്റ് വാണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ലേബർ വിത്ത് മോർ ക്യാപിറ്റൽ, അതായത് മെഷീൻസിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇഫ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ. അടുത്ത് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമുല നോക്കാം. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്മ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈസ് ഡിഫൈൻഡ് ആസ് സിഗ്മ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ഇൻപുട്ടിലുണ്ടാകുന്ന ആ ചേഞ്ച്, അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കേട്ടോ, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്. അതായത് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഏതിൻ്റെ രണ്ടിൻ്റെയും വരും, പിന്നെ ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും മാർജിനൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ച്. ഓക്കെ, ആ റേഷ്യോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ സിഗ്മ എന്ന് പറയുന്ന വേരിയബിൾ. അത് സിഗ്മ സൂചിപ്പിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു ഡോ x1/x2 ഇൻറ്റു P1/P2 ഹോൾ ഡിവൈഡഡ് ബൈ ഡോ P1/P2 ഇൻറ്റു x1/x2. ഇങ്ങനെയും ഇതിൻ്റെ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഡയഗ്രാം മനസ്സിലാക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ആ കർവ്ഡ് ആയിട്ടുള്ള ആ കോൺവെക്സ് ഷേപ്പിലുള്ള, അതായത് കോൺവെക്സ് ടു ദ ഒറിജിനിൽ നിന്ന് കോൺവെക്സ് ഷേപ്പിലാണുള്ളത്. ആ ഡയഗ്രാം കാണിക്കുന്നത് അതൊരു ഐസോക്കൻ്റ് ആണ് കേട്ടോ. ആ ഐസോക്കൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് എ കർവ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്ട്സ്. രണ്ട് ഇൻപുട്ടുകളുടെ എല്ലാ കോമ്പിനേഷനും കാണിക്കുന്ന ഒരു കർവാണ് ഐസോക്കൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇപ്പം A, B എന്ന് പറയുന്ന രണ്ട് പോയിൻ്റ് ഉണ്ട്. ആ ഉദാഹരണത്തിന് A എന്ന് പറയുന്ന പോയിന്റിൽ 20 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും 5 യൂണിറ്റ് ഓഫ് ലേബർ ഉപയോഗിച്ചതായിട്ട് കാണാം. അതായത് Y ആക്സിൽ ക്യാപിറ്റൽ, X ആക്സിൽ ലേബറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, രണ്ട് ഇൻപുട്ടുകളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒന്നാണ് ഐസോക്കൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് കാണിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ 20 യൂണിറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, ലേബർ 5 യൂണിറ്റ് ഓഫ് ലേബർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ലേബർ ചാർജ് കുറയുകയും ക്യാപിറ്റലിന് റിലേറ്റീവ് പ്രൈസ് ക്യാപിറ്റലിന് അതിൻ്റെ വില കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ B എന്ന പോയിന്റിലേക്ക് വരികയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഫ്രം A ടു B നോക്കുക. അതാണ് ഇനിഷ്യൽ Aയും B ഫൈനലും കൊടുത്തേക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലേബറിനെ കൂടുതൽ ഉപയോഗിച്ച്, ലേബർ ചാർജ് കുറവാണല്ലോ, അപ്പം ലേബറിനെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ കുറച്ച് ഉപയോഗിക്കുകയാണ്. അപ്പോൾ B എന്ന പോയിന്റിൽ വരുന്നത് 10
യൂണിറ്റ് ഓഫ് ലേബറും 10 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 3 രീതിയിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ ഈ ഐസോക്കോണിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ ഏത് പോയിന്റ് എടുത്താലും എ എടുത്താലും ബി എടുത്താലും അല്ലെങ്കിൽ ആ ഐസോക്കോണിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും കോമ്പിനേഷൻസ് മാത്രം മാറുന്നു, എന്നാൽ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഹൈ ഇലാസ്റ്റിസിറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട്സ് ആർ ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ. പെട്ടെന്ന് ഇൻപുട്ടുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ലേബറൊക്കെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈസിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണത്? എ സ്മോൾ ചേഞ്ച് ഇൻ റിലേറ്റീവ് പ്രൈസസ്, അതായത് ലേബറിൻ്റെ കൂലിയോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ വിലയോ ചെറുതായിട്ടൊന്ന് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ലീഡ്സ് ടു എ ലാർജ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് യൂസ്ഡ്. ആ റേഷ്യോ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നതിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി വരുന്നത്. അടുത്തത് ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് സിഗ്മ ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഇൻപുട്ട്സ് ആർ നോട്ട് ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ. ഇവിടെ ഇൻപുട്ട് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈവൻ ലാർജ് ചേഞ്ച് ഇൻ റിലേറ്റീവ് പ്രൈസസ്, അതായത് റിലേറ്റീവ് പ്രൈസിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാലും ലീഡ് ടു സ്മാൾ ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് യൂസ്ഡ്. ഇൻപുട്ട് യൂസ് ചെയ്യുന്നതിൽ വളരെ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ റിലേറ്റീവ് പ്രൈസ് വളരെ ഒരു 20% കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പം അതിൽ കുറഞ്ഞ 10%, 5% ആയിരിക്കും. അതായത് ലെസ് ദാൻ 1 ആയിരിക്കും. ആണ് ലോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു 1 ആണ് അവിടെ വരുന്നത്. യൂണിറ്റ് മീൻസ് 1. അപ്പം ഈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് ഇൻപുട്ട്സ് യൂസ്ഡ് ഫോർ എ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ദർ റിലേറ്റീവ് പ്രൈസസ്. അപ്പോൾ റിലേറ്റീവ് പ്രൈസ് 10% കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് 10% വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുള്ളത്. ആ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഉണ്ടാകുന്നതിനാണ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്രൊഡക്ഷൻ ഡിസിഷൻസ് ആണ്. അതായത് ഈ തിയറി എന്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷൻ ഡിസിഷൻസ് ഉപയോഗിക്കുക. എങ്ങനെയാണ്? ഫേംസ് യൂസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഡിസൈഡ് ഹൗ മച്ച് ലേബർ ആൻഡ് ക്യാപിറ്റൽ ടു എംപ്ലോയ് വെൻ റിലേറ്റീവ് പ്രൈസസ് ചേഞ്ച്. റിലേറ്റീവ് പ്രൈസസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ലേബർ അല്ലെങ്കിൽ എത്ര ക്യാപിറ്റൽ ഉപയോഗിക്കണം എന്നുള്ളതിന് ഫേം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടെക്നോളജിക്കൽ ചേഞ്ച്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ന്യൂ ടെക്നോളജി മൈറ്റ് അഫക്റ്റ് ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഇൻപുട്ട്സ്. അതായത് ഈ ടെക്നോളജിക്കൽ ചേഞ്ച് ഈ ഇൻപുട്ട്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇത് പോളിസി മേക്കേഴ്സിനെ ഇതെങ്ങനെ സഹായിക്കും നോക്കാം. ഹെൽപ്സ് ഇൻ അനലൈസിങ് ഹൗ ടാക്സസ്, സബ്സിഡീസ്, ഈ ടാക്സ്, സബ്സിഡീസ് ഓർ റെഗുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോളിസിയിലൂടെ നടപ്പിലാക്കുമ്പോഴത്തേക്ക് കുഡ് ഇമ്പാക്ട് ഇൻപുട്ട് യൂസേജ് ഇൻ ദ എക്കോണമി. ഇത് ഇൻപുട്ട് യൂസേജിനെ ലേബറിൻ്റെയും പിന്നെ ക്യാപിറ്റലിൻ്റെയും യൂസേജിനെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻ എസെൻസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ഹൗ ഫ്ലെക്സിബിൾ ഓർ റിജിഡ് എ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എത്ര റിജിഡാണ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, റെസ്പെക്റ്റ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചിങ് ഇൻപുട്ട് കോമ്പിനേഷൻ വെൻ ഫേസ്ഡ് വിത്ത് വേരിയിങ് കോസ്റ്റ്. അതായത് കോസ്റ്റ് വേരി ചെയ്യുമ്പോഴത്തേക്ക് ഇൻപുട്ട് കോമ്പിനേഷൻസ് മാറ്റണ്ടേ. അപ്പോൾ ഇതിനനുസൃതമായിട്ട് ഇത് എങ്ങനെ ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.